ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. ഒരു വ്യക്തിയുടെ ജീവിതം എങ്ങനെ വികസിപ്പിക്കാം, എങ്ങനെ പരിവർത്തനം വരുത്തിയെടുക്കാം എന്ന് വളരെ അധികം സ്വജീവിതത്തിലൂടെ കണ്ടെത്തിയ ഋഷിവര്യന്മാരുടെ അറിവിൻ്റെ ആകെ സമ്പത്താണ്, അല്ലെങ്കിൽ ആകെയുള്ള അതിൻ്റെ എസൻസാണ് ഗീത. അതുകൊണ്ടാണ് ഗീതയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് സർവോപനിഷദോ കാവോ ദോഗ്ധാ ഗോപാലനന്ദന. പശു പലതും കഴിക്കുന്നുണ്ട്, പക്ഷെ പാല് അകട്ടിലൂടെ ഒരിടത്തൂടെ മാത്രം വരുന്നു, അല്ലെങ്കിൽ ഒരേ പാലാണ് വരുന്നത്. പശു പുല്ല് തന്നെ ഉണ്ടാവും, വൈക്കോല് കഴിക്കുന്നുണ്ടാവും, പല ഫീഡ് അതിന് കൊടുക്കുന്നുണ്ടാവും, പക്ഷേ വരുന്ന പാല് എല്ലാം ഒരുപോലെ തന്നെ. എന്ന് പറഞ്ഞാൽ ഈ അറിവ് സ്വജീവിതത്തിലൂടെ പരീക്ഷണ നിരീക്ഷണം നടത്തിയ അനവധി ഋഷിവര്യന്മാർ, അവരുടെ എല്ലാവരുടെയും അറിവിൻ്റെ സംഗ്രഹമാണ് ഗീത. അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ ഇത് വെറുതെ അടിച്ചു പറയുന്നതല്ല, ഇത് വളരെ സൈക്കോളജിക്കലി സ്പിരിച്വലി പലരും സ്വന്തം ജീവിതത്തിൽ അപ്ലൈ ചെയ്തതാണ്. ഒരു അപ്ലൈഡ് സയൻസാണ് ഗീത. സയൻസ് ഇൻ ദ സെൻസ് അപ്ലൈഡ് നോളജാണ്, വിസ്ഡമാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഈ ഒരു വിസ്ഡത്തെ എടുത്ത് പരിവർത്തനം വരുത്താൻ സാധിക്കും. അതാണ് ഗീത തരുന്ന ഏറ്റവും വലിയ ഒരു, ലോകത്തിന് തരുന്ന ഏറ്റവും വലിയൊരു അമൂല്യമായ സമ്പത്ത്, ജ്ഞാനസമ്പത്ത്. അപ്പം ഇവിടെ നമ്മൾ ഈ ഒരു ഗീതാദർശനത്തിലൂടെ ജീവിക്കണമെങ്കിൽ മുതിർന്നവർ കുട്ടികൾക്ക് വഴി കാണിക്കണം. അതാണ് നേരത്തെയുള്ള ശ്ലോകത്തിൽ പറഞ്ഞ യദ്യദാചരതി ശ്രേഷ്ഠ. കാരണം കുട്ടികളെ സംബന്ധിച്ച് അറിയില്ല എങ്ങനെയാണ് ജീവിക്കേണ്ടത്. നമ്മൾ ജീവിക്കുകയാണ്, നമ്മൾ ഈ വാക്കുകൾ വളരെ ശ്രദ്ധിക്കുക. നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് നമുക്കറിയില്ല, എങ്ങനെയൊക്കെ ജീവിക്കണം എന്ന് നമ്മൾ അങ്ങനെ പരിശ്രമിച്ചു നോക്കുകയാണ്. അപ്പം നമ്മൾ കാണുന്ന ജീവിതം എന്ന് പറഞ്ഞാൽ സുഖമായ ജീവിതമാണ്. പക്ഷെ ആ സുഖം എന്നത് നാം കരുതുന്നത് നമ്മുടെ ആലസ്യത്തിലൂന്നിയ സബ് മൈൻഡിൽ നിൽക്കുന്നൊരു സുഖമാണ്. അതിനപ്പുറത്തേക്ക് വികസിക്കുന്നൊരു സുഖത്തെ നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പം അവിടെ ആലസ്യമുണ്ട്, അവിടെ നമ്മുടേതായിട്ടുള്ള കുറേ ഒരു ഇൻട്രോവേർട്ടഡ്നെസ് ഉണ്ട്. ഞാൻ എൻ്റെ ലോകത്തിൽ സുഖം, എൻ്റെ പരിമിതികളിൽ ഞാൻ സുഖം. അതുകൊണ്ടാണ് എല്ലാവരും അവരവരുടെ സ്പേസിലേക്ക് ഒതുങ്ങുന്നത്. ഈ തരത്തിലുള്ള ഒരു സബ് മൈൻഡിലുള്ള ഉപബോധ മനസ്സിൽ ഒതുങ്ങി നിൽക്കുന്ന വിജയമല്ല ഒരു വ്യക്തിക്ക് വേണ്ടത്. ആ വ്യക്തിയെ ഉപബോധ മനസ്സിൽ നിന്നും പുറത്തു കൊണ്ടുവരണം. അപ്പം അതുകൊണ്ടാണ് മുതിർന്നവർ വഴി കാണിക്കണം. ഇപ്പം നമ്മൾ ആ വഴി കാണിക്കാതെ പോയതിൻ്റെ ഒരു ദുരന്തമാണ് ഇന്ന് ലോകം അനുഭവിക്കുന്നത്. ഒന്ന് ഹെൽത്ത് വൈസ് നമ്മളാരും വഴി കാണിച്ചില്ല. അതുകൊണ്ട് കുട്ടികൾ രാവിലെ അങ്ങനെ ഇഷ്ടംമാതിരി അങ്ങനെ കിടന്നുറങ്ങി, രാത്രി വളരെ ലേറ്റായിട്ടും രാത്രി ലേറ്റായിട്ട് കിടക്കുക, രാവിലെ ലേറ്റായിട്ട് എണീക്കുക. അതുകൊണ്ട് എന്താണ്, വേണ്ടത്ര ഓക്സിജൻ ശരീരത്തിലേക്ക് വരുന്നില്ല, ബ്ലഡിൽ വേണ്ടത്ര ഓക്സിജൻ കിട്ടുന്നില്ല, അതുകൊണ്ട് വേണ്ടത്ര വൈറ്റമിൻ ഡി വരുന്നില്ല, പ്രതിരോധ ശക്തിയില്ലാത്ത ശരീരമായി. മുതിർന്നവർ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടതായിരുന്നു, മുൻപ് നമുക്ക് വഴി കാണിക്കേണ്ടതായിരുന്നു. നമ്മുടെ പുരാണങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആയുർവേദം തന്നെ പറയുന്നുണ്ട്, കാലത്തെണീക്കണം, കാലത്തെണീറ്റ് നാം പലതും ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ പ്രതിരോധ ശക്തി ഉണ്ടാവില്ല എന്ന് ഈ BAMS പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചു നോക്കൂ. പക്ഷെ ചെയ്യില്ല. കാരണം നമ്മുടെ ഇന്നത്തെ ജീവിതം എന്ന് പറയുന്നത് ഒരു സബ് മൈൻഡിൽ, അതായത് ഉപബോധ മനസ്സിൻ്റെ ദൗർബല്യങ്ങളെ നാം സാധിപ്പിച്ചു കൊടുക്കുന്നതാണ് ഇപ്പോഴത്തെ സുഖജീവിതം. ഇപ്പം എൻ്റെ ആലസ്യം അതൊരു സുഖം, അതാണ് രാവിലെ കിടന്നുറങ്ങുന്നത്. രണ്ടാമത് എൻ്റെ ഒരു ലോകം, ഞാൻ അസൂയയിലാണ് ജീവിക്കുന്നത്. എന്താ എൻ്റെ അസൂയ? എന്നെ ആരും നോക്കുന്നില്ല, എന്നെ ആരും പരിഗണിക്കുന്നില്ല, എനിക്ക് എൻ്റെ ഈ ലോകം, ഞാനും എൻ്റെ ഈ ലോകം. ആ ഒരു കുഞ്ഞുകുട്ടി പരാധീനം. പണ്ടുള്ളവർ പറയല്ലേ, അമ്മാവ തല്ലണ്ട, ഞാൻ നന്നാവില്ല, എനിക്ക് ഇതേ ഉള്ളൂ ലോകം. അപ്പം ഞാനും എൻ്റെ ആ ഒരു പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് വളരാൻ എന്നെ അനുവദിക്കാതെ, എന്നിട്ട് ഞാൻ മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയപ്പെടുക. അവർക്കെല്ലാം കിട്ടുന്നു, എനിക്കൊന്നും കിട്ടുന്നില്ല, അവരെല്ലാവരും സ്നേഹിക്കുന്നു, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, അവരെല്ലാവരും പരിഗണിക്കുന്നു. എന്നെ കൊച്ചു കുട്ടികൾ വരെ വീടുകളിൽ പറയുന്നതല്ലേ, അവളെല്ലാവരും സ്നേഹിക്കണം. കാരണം ആ കുട്ടി എക്സ്പോസ് ചെയ്യുന്ന വളരെ, ഞാൻ പല കുട്ടികളെയും കാണാറുണ്ട്. ചില കുട്ടികൾ വളരെ എല്ലാവരുടെ അടുത്തേക്കും പോകുന്നു, വർത്തമാനം പറയുന്നു, വളരെയധികം ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ ഉള്ളൊരു കുട്ടികളുണ്ടാവും, നല്ല കഴിവുള്ള. ചിലരങ്ങനെ അവരുടെ ലോകത്തിൽ ഒതുങ്ങി, ആരും നോക്കില്ല, ആരും വർത്തമാനം, അതെന്താ വെച്ചാൽ അവരുടെ ലോകത്തിലേക്ക് ഒതുങ്ങി നിൽക്കുമ്പോൾ ആ കുട്ടികൾക്ക് തോന്നുന്നു ഞങ്ങൾ കഴിവില്ലാത്തവരാണ്. അപ്പോൾ കഴിവുള്ളവരെ കാണുമ്പോൾ അസൂയ.
ഇതെല്ലാം മനസ്സുകളിലുള്ളതാണത്. പിന്നെ മൂന്നാമത്തതാണെങ്കിലോ, മനുഷ്യൻ ഇതൊക്കെയാണെങ്കിലും അവൻ്റെ ഒരു സുഖത്തിനനുസരിച്ചിട്ടുള്ള ഒരു ലോകത്തിൽ മാത്രം കംഫർട്ടബിൾ. എൻ്റെ ഇഷ്ടപ്രകാരമുള്ള ജീവിതം, എൻ്റെ ഇഷ്ടപ്രകാരമുള്ള ജോലി, എൻ്റെ ഇഷ്ടപ്രകാരം. അതാണ് മനുഷ്യനെ ദുരിതത്തിലാക്കുന്ന നാം അറിയുന്നില്ല. കാരണം എല്ലാം അക്കോമഡേറ്റ് ചെയ്യാൻ, എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് എന്ത് വേണം? ആലസ്യം, അസൂയ, നമ്മുടെ അവിവേകം, അല്ലെങ്കിൽ നമ്മുടെ ഒരു അസ്വസ്ഥതകൾ നിറഞ്ഞ നമ്മുടെ ഒരു ഇഷ്ടങ്ങളുടെ ലോകം, ഇത് നമ്മുടെ ദുഃഖത്തിൻ്റെ ലോകമാണ്. ഇതിൽ നിന്ന് നാം വളരണം. അതിനാണ് നമ്മുടെ ജീവിത രീതികളിൽ മാറ്റം വരണം. ആരോഗ്യമുള്ളൊരു ജീവിതം ഉണ്ടാവണം, അതിന് ആലസ്യത്തെ കളയണം. അതുപോലെ തന്നെ അസൂയ ഒഴിവാക്കണം. അതിനെന്താ വഴി? എങ്ങനെയാണ് നമ്മളിൽ നിന്നും അസൂയ എടുത്തു കളയുക? അസൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ വളർച്ചയിൽ തോന്നുന്ന ഒരു അസൂയ. അതിന് നമ്മൾ വളരെ വഴിയുള്ളൂ. അല്ലാതെ എനിക്ക് വളരാൻ പറ്റാതെ മറ്റുള്ളവരുടെ വളർച്ച കണ്ടിട്ട് നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇപ്പോൾ ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇടയിൽ തന്നെ കാണാൻ നിൽക്കുക. ഇപ്പോൾ കേരളത്തിൽ തന്നെ പിണറായി വിജയനോട് അസൂയുള്ളവരാ കുറേ പേര്. കാരണം അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം നേതൃത്വ പാടവം കാണിക്കുന്നുണ്ട്. അത് കാണിക്കാത്ത കുറേ നേതാക്കന്മാർ അസൂയപ്പെട്ടിട്ട് എന്താ കാര്യം? അപ്പം നമ്മുടെ കഴിവുകളെ നമ്മൾ ഡെവലപ്പ് ചെയ്യാതെ നമ്മൾ മറ്റൊരാളോട് അസൂയ കാണിച്ചിട്ട് എന്താ കാര്യം? നരേന്ദ്രമോദിയോട് അസൂയ കാണിച്ചിട്ട് കാര്യമില്ല. അദ്ദേഹം അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അദ്ദേഹം എക്സ്പോസ് ചെയ്യുന്നു. അപ്പം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഭഗവാൻ കൃഷ്ണൻ ഇവിടെ പറഞ്ഞത് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നാം പരിഗണിക്കപ്പെടും, സ്നേഹിക്കപ്പെടും, അംഗീകരിക്കപ്പെടും. എന്തുകൊണ്ടാണ് ഇത് കുട്ടികൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. കേരളത്തിൽ എന്തുകൊണ്ട് പിണറായി വിജയൻ സാറിനെ ആളുകൾ അംഗീകരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയോ അദ്ദേഹം ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഗീതയിലെ ആ ശ്ലോകത്തിലേക്ക് നോക്കാം. ഈ രഹസ്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാം. എന്താണത്? 22-ാം ശ്ലോകം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു, ഒന്നുകൂടി ആവർത്തിക്കാം. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്തയേവ ച കർമ്മണി. നമേ പാർത്ഥാസ്തി കർത്തവ്യം. അർജുന, എനിക്ക് പ്രത്യേകിച്ചൊരു കർത്തവ്യം ചെയ്യേണ്ടതായിട്ടില്ല. എന്ന് പറഞ്ഞാൽ കർത്തവ്യമില്ല എന്നല്ല, എനിക്ക് സുഖത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യണം എന്നില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടല്ല ജീവിക്കുന്നത്. അതാണ് നമ്മുടെയൊക്കെ ധാരണ മാറ്റം. എൻ്റെ സുഖത്തിന് വേണ്ടി ജീവിക്കണം, ആ ധാരണ മാറ്റണം. അരെ സുഖത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് സുഖം കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ചെയ്യുള്ളൂ. ഭഗവാൻ കൃഷ്ണൻ ഇവിടെ ചെയ്യുന്നത് ത്രിഷു ലോകേഷു കിഞ്ചന, എനിക്ക് 3 ലോകത്തിലും നിന്നും കിട്ടേണ്ടതായിട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ നാനവാപ്തമവാപ്തവ്യം വർത്തയേവച്ച കർമ്മണി, എന്നിട്ടും ഞാൻ കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഇന്നത് ചെയ്യണമെന്നൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്യുകയല്ല. എനിക്ക് എവിടെയാണോ എന്നെക്കൊണ്ടൊരു ഉപകാരമുണ്ടാകുന്നത്, പ്രയോജനമുണ്ടാകുന്നത്, എനിക്കൊരു സേവ ചെയ്യാൻ പറ്റുന്നത്, മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്, ലോകസംഗ്രഹമേവാപി, അങ്ങനെ ഞാൻ അതിൽ സന്തോഷിക്കണം. എനിക്ക് സന്തോഷത്തിന് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു. അതൊരു വലിയ മഹത്തരമായ ഒരു കാര്യമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജീവിതം അങ്ങനെയാണ്. നിങ്ങൾ നോക്കൂ, കൃഷ്ണൻ്റെ ജീവിതം എടുത്ത് നോക്കൂ. നിങ്ങൾ കൃഷ്ണൻ്റെ കാലഘട്ടത്തിലേക്ക് പോവുക. എവിടെയാണ് കൃഷ്ണൻ ജനിച്ചത്? കാരാഗ്രഹത്തിൽ. അത് കഴിഞ്ഞ് വൃന്ദാവനം. അത് കഴിഞ്ഞിട്ട് കൃഷ്ണൻ ജീവിതം പിന്നെ സെറ്റിൽ ചെയ്തത് ദ്വാരകയാണ്, ഗുജറാത്തിലാണ്. ഇപ്പം നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു പിക്ചർ ഉണ്ടാവുമല്ലോ, ദ്വാരക ഗുജറാത്ത് എന്നൊക്കെ പറഞ്ഞാൽ എവിടെയാണെന്ന്. ആ ദ്വാരകയിൽ ഇരുന്നു കൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ പാണ്ഡവർക്ക് വേണ്ടി, അല്ലെങ്കിൽ കൗരവരോട് സന്ധി സംഭാഷണങ്ങൾക്കൊക്കെ വേണ്ടി ഡൽഹിയിൽ പോയത്. അപ്പോൾ ഗുജറാത്തിൽ നിന്ന് ഡൽഹിയിൽ എത്തണമെങ്കിൽ ബോംബെ ബോർഡർ വഴി, മഹാരാഷ്ട്ര വഴി, അത് കഴിഞ്ഞിട്ട് അങ്ങ് കടന്ന് രാജസ്ഥാൻ വഴി കടന്നു പോകണം. എത്ര ദിവസം എടുക്കും നോക്കൂ. ഇന്ന് നമുക്ക് ട്രെയിനിൽ പോകുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, അങ്ങ് ദ്വാരകയിൽ നിന്ന് അങ്ങോട്ട് എത്തണമെങ്കിൽ ഒരു ഫുൾ ഡേ ട്രെയിനിൽ പോകണം. അന്ന് കുതിരവണ്ടി, ആ കുതിരവണ്ടികളിലൊക്കെ യാത്ര ചെയ്യുമ്പം എത്ര ദിവസം എടുത്തുകൊണ്ടായിരിക്കും കൃഷ്ണൻ അങ്ങോട്ട് പോയത്? കൃഷ്ണൻ എന്ത് പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ്? അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ ഹസ്തിനപുരത്തിലെത്തി അവരെ ഒരു യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി എന്തെല്ലാം തന്ത്രങ്ങളാണ് കൃഷ്ണൻ എടുത്തത്. വാസ്തവത്തിൽ കൃഷ്ണൻ ആരാണ്? പാണ്ഡവരുടെ പ്രതിനിധിയായിട്ട് വന്ന ആളാണോ?
പാണ്ഡവർക്ക് വേണ്ടി കൃഷ്ണൻ ആരാണ്, കൃഷ്ണൻ എന്താ ഇതിൽ കാര്യം എന്ന് ചോദിച്ചാൽ കൃഷ്ണൻ ഒന്നുമില്ല. എന്നാലും അന്ന് സമൂഹം കൃഷ്ണന് കൊടുത്തൊരു വില എന്താ വെച്ചാൽ ഭഗവാൻ കൃഷ്ണൻ സമൂഹത്തിൻ്റെ ഐക്യത്തിന് ഒത്തൊരുമയ്ക്ക് വേണ്ടി അന്ന് ഇറങ്ങി പുറപ്പെട്ട ഒരു അവതാരമൂർത്തിയാണ്. അതുകൊണ്ട് ഭഗവാനെ അവർ ആദരിച്ചു. പാണ്ഡവരും കൗരവരും തമ്മിൽ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി 4 തവണ കൃഷ്ണൻ കൗരവരോട് ചെന്ന് കേണപേക്ഷിക്കുന്നുണ്ട്. എങ്ങനെങ്കിലും ഈ യുദ്ധം ഒന്ന് ഒഴിവാക്കൂ, കാരണം വലിയ ദ്രോഹമാണ്, നഷ്ടമാണ് ഉണ്ടാവാൻ പോകുന്നത്. പക്ഷെ കൗരവർ വകവെച്ചില്ല, അവരതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. ഇനി കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ സഹായം അന്വേഷിച്ചു വന്നു. അപ്പോഴും അദ്ദേഹം പറഞ്ഞില്ലേ ഞാൻ വെറുതെ ഇരിക്കില്ല എന്ന്, ഞാൻ യുദ്ധം ചെയ്യില്ല, പക്ഷേ എൻ്റെ സാന്നിധ്യം ഒരാൾക്ക് കിട്ടും, എൻ്റെ സൈന്യത്തെ വേണമെങ്കിൽ മറ്റൊരാൾക്ക് തരാം. അപ്പോഴും കൃഷ്ണൻ സെർവ് ചെയ്യാൻ തയ്യാറാണ്. അത് കഴിഞ്ഞ് കൃഷ്ണനെ അർജുനൻ തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുത്തിട്ട് ഭഗവാൻ കൃഷ്ണൻ്റെ ജോലി കേവലം കുതിരയെ ഓടിക്കലാണ്, ഡ്രൈവറുടെ ജോലിയാണ്. എന്നിട്ടും അർജുനന് വേണ്ടി ഭഗവാൻ കൃഷ്ണൻ ഗീതോപദേശിച്ചു ഒരു ഭാഗത്ത്, മറുഭാഗത്ത് പലപ്പോഴും ആയുധങ്ങൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഭീഷ്മരുടെ നേരെ ആയുധം ഉപയോഗിക്കുന്ന രംഗം മഹാഭാരതത്തിലുണ്ട്. ഭഗവാൻ ആയുധം എടുക്കില്ല എന്നൊക്കെ പറഞ്ഞാണ്, എന്നാലും ഭീഷ്മരുടെ നേരെ ആയുധം എടുക്കുന്നുണ്ട്. ഭീഷ്മർ തന്നെ പറയുന്നുണ്ട്, ഭാഗവതത്തിൽ 1-ാം സ്കന്ധത്തിൽ 9-ാം അധ്യായത്തിൽ ഭീഷ്മസ്തുതിയാണ്. അവിടെ ഭീഷ്മരത് ഓർമ്മിപ്പിക്കുന്നുണ്ട്, എൻ്റെ നേരെ അങ്ങനെ രഥചക്രം എടുത്തുകൊണ്ട് വരുന്ന കാഴ്ച കൃഷ്ണ എന്നെ അത്ഭുതപ്പെടുത്തുന്നു. അദ്ദേഹത്തിന് രോമാഞ്ചമായിരുന്നത്. കാരണം കൃഷ്ണൻ തന്നെ വധിക്കാനല്ല വരുന്നത്, തന്നെ അനുഗ്രഹിക്കാനാണ് വരുന്നത് എന്നുള്ള ആ ഒരു ദർശനം. അപ്പം ഇങ്ങനെ ഭഗവാൻ കൃഷ്ണൻ്റെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വെറുതെ ഇരുന്നിട്ടില്ലേ, തന്നെക്കൊണ്ട് ലോകസംഗ്രഹമേവാപി, സമൂഹത്തിന് എന്താണ് ചെയ്യാൻ പറ്റുക, മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ അവസരോചിതമായ ഇടപഴകൽ, ഇതാണ് പലപ്പോഴും പലരും ചെയ്യാത്തത്. ഇനി വേറൊന്നുകൂടി അറിയണം നിങ്ങൾ, ഭഗവാൻ കൃഷ്ണൻ ഓരോ ദിവസം യുദ്ധം കഴിഞ്ഞാൽ കൃഷ്ണനെ കുതിരകളെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കൃഷ്ണൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ ജോലിക്കാരുണ്ട്. അവരുടെ ജോലിയാണ് ഈ കുതിരകളെ ശുശ്രൂഷിക്കുന്ന ആളുകളുണ്ട്. അന്നും വൈദ്യന്മാരുണ്ട്, അന്നും കുതിരകളെ കുളിപ്പിച്ച് വൃത്തിയാക്കി വെക്കുന്ന, കുതിരാലയത്തിൽ വർക്ക് ചെയ്യുന്ന, കുതിരകളെ ശുശ്രൂഷിക്കാൻ കഴിവുള്ള ആളുകൾ, ഗോക്കളെ നോക്കുന്ന ഗോപാലകന്മാരെന്ന് പറഞ്ഞ പോലെ ഈ കുതിരാലകന്മാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ജോലി ഉണ്ടായിട്ട് പോലും, അല്ലെങ്കിൽ അവരൊക്കെ സെർവ് ചെയ്യാനുണ്ടായിട്ട് പോലും ഓരോ ദിവസവും യുദ്ധം കഴിഞ്ഞാൽ കൃഷ്ണൻ ഈ കുതിരകളെയൊക്കെ ശുശ്രൂഷിക്കുന്നതാണ്. അവർക്കെല്ലാം വയറ് നിറച്ച് ഭക്ഷണവും കൊടുത്ത്, അവരുടെ ശരീരത്തിൽ വല്ല മുറിവുണ്ടെങ്കിൽ അതിനൊക്കെ മരുന്നുകളൊക്കെ, അന്നത്തെ ആയുർവേദിക് മരുന്നുകളൊക്കെ വെച്ച് പുരട്ടി അവർക്കൊക്കെ ഭക്ഷണം കൊടുത്തതിന് ശേഷം ഇവൻ കുളിക്കാൻ പോലും കൃഷ്ണൻ പോകുള്ളൂ എന്നാണ്. സന്ധ്യയ്ക്ക് സൂര്യാസ്തമയ സമയത്തോടുകൂടി യുദ്ധം തീരും. അന്നത്തെ കാലത്ത് അങ്ങനെയാണ്, ധർമ്മയുദ്ധമാണ്. ഇന്നത്തെ പോലെ രാത്രി പാതിരാത്രിക്ക് പോയി ബോംബിടുന്ന സംസ്കാരമല്ല, അല്ലെങ്കിൽ ഒളിഞ്ഞും ചതിച്ചും വഞ്ചിച്ചും ശരീരത്തിൽ മുഴുവൻ ബോംബ് കെട്ടിക്കൊണ്ടുവന്ന് ചാവേറാകുന്ന തരത്തിലുള്ള അധർമ്മയുദ്ധങ്ങളൊന്നും ഭാരതത്തിലുണ്ടായിരുന്നില്ല. എല്ലാം ധർമ്മയുദ്ധമായിരുന്നു. അപ്പം അതുകൊണ്ട് കൃഷ്ണന് വേണമെങ്കിൽ പോയി വിശ്രമിക്കാം, പക്ഷെ അപ്പോഴും കുതിരകളുടെ കാര്യം നോക്കിക്കൊണ്ട് അവർക്ക് വേണ്ടുന്ന ശുശ്രൂഷകൾ ചെയ്ത് ആ ഒരു മഹനീയ മനസ്സുണ്ടല്ലോ, അതാണ് ലോകം കൃഷ്ണനെ ദൈവമാക്കി ആരാധിച്ചത്. അപ്പം നമ്മൾ ഓരോരുത്തരും അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ജീവിതം നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ സുഖം എന്നത് മാറ്റി മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ, സെർവ് ചെയ്യുന്നതിൽ, അതിൽ സുഖം കണ്ടെത്തുക. എല്ലാ മതങ്ങളും അതാണ് ശരിക്കും പഠിപ്പിക്കുന്നത്. ക്രിസ്തുവും അതാ പറഞ്ഞത്, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ, അയൽക്കാരൻ നിന്നെ സ്നേഹിക്കണമെങ്കിൽ അയൽക്കാരന് വേണ്ടുന്ന ഒരു സേവനം ചെയ്യാൻ നിനക്ക് പറ്റണം. അപ്പം അയൽക്കാരനോട് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് താമസിക്കുന്ന എന്നുള്ളതല്ല, മറ്റുള്ളവർ എന്നുള്ളതാണ്. കാരണം മറ്റുള്ളവരൊക്കെ നമുക്ക് അയൽക്കാരായിട്ട് കാണാൻ സാധിക്കുക, ആ വിശാലതയാണ്. അപ്പം അവിടെ ഈ സർവീസാണ്. ഇസ്ലാം മതത്തിലേക്ക് നോക്കൂ, നിങ്ങൾ സക്കാത്ത് കൊടുക്കുക മറ്റുള്ളവർക്ക്. അത് നബി പറഞ്ഞത് മതം പോലും നോക്കരുതെന്നാണ്. ആരാണോ സഹായത്തിന് വന്നത് അവൻ്റെ മതമോ അവൻ്റെ ഒരു കാര്യവും നോക്കരുത്. കാരണം അവൻ ഒരു സഹായത്തിന് വന്നിരിക്കുന്നത്. അങ്ങനെ സഹായിക്കുന്നവനാണ്, മുഖം നോക്കാതെ സഹായിക്കുന്നവനാണ് ദൈവത്തിൻ്റെ കാരുണ്യം അർഹിക്കുന്നവനാണ്. അപ്പോൾ നമുക്ക് അത്രയൊരു വിശാലത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഭാരതത്തിനൊക്കെ ഒരു തെറ്റുപറ്റിയത്. ഭാരതത്തിലുള്ള ഒരു സമൂഹം
അത് ഒരു തെറ്റായ ഒരു ചിന്തയിലേക്ക് വന്നു. അതായത് ഒരു പണിയെടുക്കാതെ സുഖമായിട്ട് ജീവിക്കുക എന്നുള്ളത് അത് മനുഷ്യനെ വളരെ അലസമാക്കി. ആ ആറ്റിറ്റ്യൂഡിനെതിരായിരുന്നു കൃഷ്ണൻ. ഭഗവാൻ പറയുന്നത് സുഖം, സ്നേഹം, സന്തോഷം എന്ന് കിട്ടണമെങ്കിൽ നിങ്ങളത് കൊടുക്കണം, കൊടുത്തതേ കിട്ടുള്ളൂ, പകർന്നു കൊടുക്കണം. അപ്പം പകർന്നു കൊടുക്കണമെങ്കിൽ താൻ ചെയ്യണം. താൻ അങ്ങോട്ട് കൊടുക്കുന്നതാണ് ഇങ്ങോട്ട് കിട്ടുന്നത്. ഓരോ വ്യക്തിയും ആ ഒരു സേവന ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ലോകത്തിൽ ആർക്കും സ്നേഹം കിട്ടാത്തതായിട്ടില്ല. സ്നേഹം കിട്ടുന്നത് സർവീസ് ചെയ്യുമ്പോഴാണ്. കാരണം നമുക്ക് ആരാണോ നല്ലൊരു ഒരു സപ്പോർട്ട് ചെയ്യുന്ന, സർവീസ് ചെയ്യുന്ന, അവരെ നാം എപ്പോഴും മറക്കാതെ നമ്മൾ പരിഗണിക്കും. അപ്പം നമ്മുടെ ഒരു എക്സ്പോഷർ അത് കുട്ടിക്കാലത്ത് തന്നെ കുട്ടികളെ പരിശീലിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. പക്ഷേ ഇന്ത്യയിൽ എന്തു പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ, എസ്പെഷ്യലി കമ്മ്യൂണിസം ലോകത്തിൽ നിന്ന് ഒറ്റപ്പെടാനുള്ളൊരു കാരണം, കമ്മ്യൂണിസം തകരാനുള്ളൊരു കാരണം അവർ ആ ഒരു കാര്യത്തിൽ വീഴ്ച വരുത്തി. അതായത് കിട്ടേണ്ട അവകാശത്തിന് പ്രാധാന്യം കൊടുത്തു, കൊടുക്കേണ്ടുന്ന വർക്കിന് അവർ പ്രാധാന്യം കൊടുത്തില്ല. ഞങ്ങൾക്കിത്ര കിട്ടണം, ഞങ്ങൾക്കിത്ര കിട്ടിയാലേ ഞങ്ങൾ ചെയ്യുള്ളൂ. ഇപ്പം നോക്കൂ, കേരളത്തിൽ തന്നെ ഈ നോക്കുകൂലി തുടങ്ങിയുള്ള പ്രശ്നങ്ങൾ, അത് മനുഷ്യനങ്ങോട്ട് വല്ലാത്തൊരു അക്രമമായി മാറിയപ്പോൾ അവസാനം കോടതികൾക്ക് പോലും ഇടപെടേണ്ടി വന്നു. അപ്പോൾ ആ ഒരു വർക്കിംഗ് ആറ്റിറ്റ്യൂഡ്, അതുകൊണ്ട് അവരെ വെറുത്തു സമൂഹം, അവരെ അകറ്റി നിർത്തേണ്ടി വന്നു. അതൊരു പുരോഗതിക്ക് തടസ്സമായി. കേരളത്തിൽ എന്താ ഇത്രയും ഇൻഡസ്ട്രി തകർന്നു പോയത്? അപ്പോൾ ഒരു ഇൻഡസ്ട്രി വന്നാൽ കുറേ പേർക്ക് ജോലി കിട്ടും, അതിലൂടെ കുറേ പേരുടെ ജീവിതം നടക്കും. അതല്ല, അതെങ്ങനെ പൂട്ടിക്കുക എന്നുള്ളതായി. എന്നിട്ട് അതിൽ നിന്ന് ജോലി ചെയ്യാതെ എങ്ങനെ പൈസ ഉണ്ടാക്കാതെ, അങ്ങനെ പണിയെടുക്കാതെ കൂലി ഉണ്ടാക്കുക, ഇതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. അത് തകർന്നു പോവുകയുള്ളൂ. ആ സംസ്കാരം നിലനിൽക്കില്ല. അതുകൊണ്ടാണ് റഷ്യ പോലുള്ള രാജ്യങ്ങളൊക്കെ തകർന്നു പോയത്. ഇപ്പം ചൈനയിൽ എന്തുകൊണ്ടാണ് ഈ കമ്മ്യൂണിസം ഇല്ലാത്തത്? ചൈന ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ല, അത് കൊടിയിൽ മാത്രമേ ഉള്ളൂ. ചൈന എന്ന് പറയുന്നത് ഒരു നമ്പർ 1 മുതലാളിത്ത രാഷ്ട്രമാണ്. കാരണം അവിടെ ഒരു തൊഴിലാളി സമരം നിങ്ങൾ ജീവിതത്തിൽ കേട്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ എവിടെയെങ്കിലും ഒരു ചൈന ലോകത്തിലൊരു തൊഴിലാളി സമരം കാണിച്ചു തരൂ. അതേപോലെ തന്നെ ചൈനയിൽ നിങ്ങൾ എന്താ പറയുക, ഒരു സിസ്റ്റത്തിനെതിരെ ഒരു സമരം ഇല്ല. അവിടെ ഒരു വാക്സിനേ ഉള്ളൂ, അവിടെ ഒരു ടെലിഫോണേ ഉള്ളൂ, അവിടെ ഒരു പത്രമേ ഉള്ളൂ, അവിടെ എല്ലാം ഒന്നേ ഉള്ളൂ. സർക്കാർ പറയുന്നതല്ലാതെ വേറൊന്നും അവിടെ സ്വീകരിക്കാൻ പറ്റില്ല. ഈവൺ വാട്സാപ്പുകളായാലും ശരി, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ചൈനയിൽ പോയാൽ വാട്സാപ്പ് വർക്ക് ചെയ്യില്ല. ഞാൻ അനുഭവസ്ഥന അതാ പറയുന്നത്. ചൈനയിൽ പോയാൽ ഇവിടുന്ന് നമ്മുടെ വാട്സാപ്പ് അവിടെ വർക്ക് ചെയ്യില്ല. കാരണം അവിടുത്തെ ഗവൺമെൻറ് ഇത് ബാൻ ചെയ്തതാണ്. മറ്റുള്ള ലോകമായിട്ടുള്ള ഇടപാടുകളൊക്കെ വളരെ കുറവാണ്. അവരേത് മാത്രമേ ശരി, അവരേത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, വേറെ ഒന്നും എടുക്കരുത്, എല്ലാം അവരുടേതാണ്. കുറേ കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മടുക്കും. കാരണം ലോകം മുഴുവൻ ഇലക്ഷനും തെരഞ്ഞെടുപ്പും പല വിധത്തിലുള്ള ചിന്താഗതി, ഞങ്ങളുടെ ചിന്താഗതി മാത്രം ശരി. ഈ തരത്തിലെല്ലാം അടിച്ചേൽപ്പിച്ചുകൊണ്ടുള്ള ഭരണമാകുമ്പോൾ അതും ജനങ്ങൾക്ക് മടുപ്പ് വരും. 2, ആലസ്യത്തിലൂന്നി ഒന്നും ചെയ്യാതെ എല്ലാം ഇങ്ങോട്ട് കിട്ടണം, അങ്ങോട്ടൊന്നുമില്ല എന്ന് പറയുമ്പോഴും അത് നാശത്തിലേക്ക് കൊണ്ടുപോകും. അപ്പം അതുകൊണ്ട് എന്ത് വേണം? ഇവിടെയാണ് നമുക്കൊരു ബാലൻസ് ചെയ്യാനുള്ളത്. ഒരാളെ ചൂഷണം ചെയ്യാനും പാടില്ല, എന്നാൽ അതേസമയം നമ്മുടെ ജോലിയിൽ നമ്മൾ ആനന്ദം കണ്ടെത്തുക. സർവീസ് ഈസ് എ വർഷിപ്പ് എന്നാണ് ഭാരതീയർ പഠിപ്പിക്കുന്നത്. ഭഗവാൻ കൃഷ്ണൻ തന്നെ പഠിപ്പിക്കുന്നത്, പൂജ എന്ന വാക്കിന് അദ്ദേഹം അർത്ഥം പറഞ്ഞിരിക്കുന്നത് ഭഗവത്ഗീതയിൽ വരും. 18-ാം അധ്യായത്തിൽ സ്വകർമ്മണ തം അഭ്യർച്ച എന്നുള്ള ശ്ലോകങ്ങളുണ്ട്. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ തസ്മാ സംപൂജയത് കർമ്മ എന്നാണ്, നിങ്ങളുടെ പ്രവൃത്തി ഒരു പൂജയാക്കി മാറ്റൂ എന്നാണ്. അതായത് നാം ഒരു അമ്പലത്തിൽ ചെന്ന് വിഗ്രഹത്തെ മാല ചാർത്തുന്നു, പൂക്കൾ കൊണ്ട് അർച്ചിക്കുന്നു, ഇതേപോലെ നിങ്ങളുടെ സേവനമാകുന്ന പൂക്കളെ കൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചാലും. എല്ലാ ഗുരുക്കന്മാരും അതാ പറഞ്ഞത്. അതുകൊണ്ടാണ് മഹാന്മാരൊക്കെ ഒരു നിമിഷം പോലും കാത്തിരിക്കാതെ സമൂഹത്തിന് വേണ്ടി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമുക്കൊക്കെ ഉള്ളൊരു ലെസൺ അതാണ്. ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്ന, സ്നേഹം വേണോ, സന്തോഷം വേണോ, സുഖം വേണോ, നിങ്ങൾ സേവനം കൊടുക്കണം. സേവനത്തിൽ നിന്ന് കിട്ടുന്നതാണ് സ്നേഹവും സുഖവും. ചെറുപ്പത്തിലെ കുട്ടികളുടെ തലയിൽ തുറക്കണം. നമുക്കിനി വളർന്ന കുട്ടികളെ അങ്ങനെ വളർത്തിയെടുക്കണം. അപ്പം പ്രശ്നമില്ല, എന്നെ ആരും നോക്കുന്നില്ല, എന്നെ ആരും പരിഗണിക്കുന്നില്ല, എന്നോടാരും മിണ്ടുന്നില്ല, എന്നെ ആരും കൂട്ടുന്നില്ല, എന്നോട് അപ്പം എന്നെ എന്നുള്ളൊരു പ്രശ്നമില്ല. കാരണം ഞാൻ മറ്റുള്ളവർക്ക് സഹായിക്കുന്നു, ഞാനൊരവസരം കാത്തിരിക്കുകയാണ്, ഞാൻ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ നമ്മൾ മറ്റുള്ളവർക്ക് എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് കൊടുക്കാൻ പറ്റും, എന്ത് സഹായം ചെയ്യാൻ പറ്റും, അങ്ങനെ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ആക്ഷന് റിയാക്ഷൻ ഉണ്ടാവും. ഏത് ആക്ഷനും ഒരു ഓപ്പോസിറ്റ് ഗുണം ഉണ്ടാവും. ഞാൻ നല്ലത് ചെയ്യുമ്പോൾ എനിക്ക് നല്ലത് കിട്ടണം. അതാണ് ഭാരതം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്.
അതാണ് കൃഷ്ണൻ നമ്മളെ പഠിപ്പിക്കുന്നത്. സോ വെറുതെ ഇരുന്ന് ജീവിതം നശിപ്പിക്കരുത്. നാം നമ്മുടെ ഉള്ളിലുള്ള ശക്തി, കരുത്ത്, സന്മനസ്സ്, സദ്വികാരങ്ങൾ, സദ്വിചാരങ്ങൾ ഇതുപയോഗിച്ച് സമൂഹത്തിലേക്ക് നമ്മളെ പകർന്നു കൊടുക്കണം. നിങ്ങളെ സമൂഹത്തിലേക്ക് സമർപ്പിക്കൂ. ആ സമർപ്പണഭാവം കായേന വാച മനസ്യന്ത്യർവ ബുദ്ധ്യാത്മനാവാ പ്രകൃത സ്വഭാവ കരോമി യദ്യ സകലം പരസ്മി നാരായണായി സമർപ്പിക്കും. നമ്മൾ പഠിക്കും 4-ാം അധ്യായത്തിൽ വരുന്നുണ്ട് ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവി തുടങ്ങിയുള്ള ശ്ലോകങ്ങൾ. അപ്പം നാം ഇതായിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ്. എങ്ങനെയാണ് സമൂഹം എന്നെ സ്നേഹിക്കേണ്ടത്? സേവനത്തിലൂടെ. എങ്ങനെയാണ് എനിക്ക് സുഖം കിട്ടേണ്ടത്? മറ്റുള്ളവർക്ക് സുഖം സേവനത്തിലൂടെ പകർന്ന് അങ്ങനെ കൊടുത്ത് എടുക്കുക. കൊടുക്കുക എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് കൊടുക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മൾ നല്ലത് ചെയ്യുക, നല്ല കാര്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. ഇതാവട്ടെ നമ്മുടെ ആറ്റിറ്റ്യൂഡ്. ഈ രീതിയിലുള്ളൊരു മനസ്സ് വളർന്നു കഴിഞ്ഞാൽ സമൂഹം നമുക്ക് വേണ്ടുന്നതൊക്കെ തരും. അങ്ങനെയുള്ളവരെ സമൂഹം ഒറ്റപ്പെടുത്തില്ല. നമ്മൾ നല്ലത് പകർന്നു കൊടുക്കും തോറും സമൂഹം നമുക്ക് വേണ്ടത് തരും. ഇത് സത്യമാണ്. ഭഗവാൻ അതാ പറഞ്ഞത്, നിങ്ങൾ സമൂഹത്തിന് നല്ലത് ചെയ്തിട്ടുണ്ടോ, സമൂഹം നിങ്ങളുടെ കൂടെ നിൽക്കും, സമൂഹം നിങ്ങളെയും സഹായിക്കും. ഇതാണ് ഭാരതത്തിൻ്റെ അടിസ്ഥാന സത്യം. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, എനിക്ക് കർത്തവ്യമില്ല, ഞാൻ കർത്തവ്യമായിട്ടുള്ള ഇത് ചെയ്യേണ്ടതാണ്. ഇത് ഞാൻ എൻ്റെ ഏറ്റെടുത്ത ജോലിയാണ്, ഞാൻ ചെയ്യണു. അങ്ങനെയുള്ളൊരു അഹങ്കാരമല്ല. എനിക്കൊരവസരം കിട്ടി, ഞാൻ ഈ ഒരു സേവനം ചെയ്യുന്നു, ഒരു സമർപ്പണമായിട്ട്, അല്ലെങ്കിൽ ഇതൊരു യജ്ഞമായിട്ട്, ഇത് ഞാൻ സന്തോഷത്തോടെ ചെയ്യുന്നു. ഇത് ഞാൻ സന്തോഷത്തോടെ ചെയ്യുന്നൊരു കാര്യമാണ്. അല്ലാതെ ഒരു ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തു അതുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളതല്ല. ഞാൻ ഈ ഒരു സേവനം ചെയ്യാൻ, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞു, ഭാരതീയർക്ക് കർമ്മം എന്ന് പറയുന്നത് സാധനയാണ്. ഇതൊരു സാധനയാണ് എനിക്ക്. ഞാനിത് സന്തോഷത്തോടെ ചെയ്യുന്നു, എൻ്റെ സന്തോഷത്തിന് വേണ്ടി. ചിലർ പറയില്ലേ, ചില വീട്ടിലൊക്കെ നിങ്ങൾ ചെല്ലുന്ന സമയത്ത് അവർ വല്ലതും നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരുമ്പോൾ അവർ പറയില്ലേ, അല്ലെങ്കിൽ കല്യാണത്തിനൊക്കെ പറയാറുണ്ട്. കല്യാണത്തിനൊക്കെ എന്തെങ്കിലും കൊടുത്താൽ ഒന്നും വേണ്ട എന്നൊക്കെ പറയും. ഇല്ല, ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് തരികയാണ്. അപ്പം ഞങ്ങളുടെ സന്തോഷത്തിന് നിങ്ങൾക്ക് തരുന്നു. ഈ സന്തോഷത്തോടു കൂടി ഒരു കാര്യം ചെയ്യുക, സന്തോഷത്തോടു കൂടി കൊടുക്കുക, സന്തോഷത്തോടു കൂടി നമ്മൾ കൊടുക്കുന്നതിൽ മഹത്വം കാണുമ്പോൾ അതാണ് മാതൃത്വം എന്ന് പറയുന്നത്. ഒരു അമ്മയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു, കാരണം അമ്മ കൊടുക്കുന്നതിൽ സുഖം കണ്ടെത്തുന്നവരാണ് അമ്മ. അതുകൊണ്ടാണ് അമ്മ എന്നുള്ള വാക്കിന് പകരം വയ്ക്കാനൊരു വാക്കില്ല. അമ്മ എന്ന് പറഞ്ഞാൽ അമ്മ തന്നെയാണ്. നമ്മളറിയാതെ നമ്മുടെ നാവിൽ വീഴുന്നതും അമ്മ എന്നാണ്. നമ്മൾ ആദ്യമായി ഉച്ചരിക്കുന്ന വാക്കും അമ്മ എന്നാണ്. ആദ്യമായി നമ്മൾ പഠിച്ചതും അമ്മയിൽ നിന്നാണ്. എല്ലാം അമ്മയാണ്. ആദ്യത്തെ ഗുരുവും അമ്മയാണ്, ആദ്യത്തെ ദൈവവും. ചിലർ പറയും ദൈവത്തിന് രൂപമില്ല. പക്ഷേ രൂപമില്ലാത്ത ദൈവത്തെ നിങ്ങൾക്ക് പറയണമെങ്കിൽ രൂപമുള്ളൊരമ്മ വേണം. അമ്മ ഇല്ലാതെ നിങ്ങൾക്ക് ദൈവം ഉണ്ടെന്ന് പറയാൻ പറ്റൂ. അപ്പോൾ ആദ്യത്തെ ദൈവം അമ്മ തന്നെയാണ്. അതുകൊണ്ടാണ് മാതൃദൈവോ ഭവ എന്ന് ഭാരതീയർ പറഞ്ഞത്. അപ്പോൾ ആ ഒരു അമ്മ എങ്ങനെയാണ് ഇത്രയും വലിയ അമ്മയത് കൊടുത്തുകൊണ്ട്, എല്ലാം പകർന്നുകൊണ്ട്, തൻ്റെ രക്തം തന്നെയാണ് മുലപ്പാലായിട്ട് കുട്ടിക്ക് പകർന്നത്. 6 മാസം ആ കുട്ടി കുടിക്കുന്ന മുലപ്പാൽ കൊണ്ടാണ് കുട്ടിക്ക് ചിന്തിക്കാനുള്ള ബ്രെയിൻ സിസ്റ്റം മുഴുവൻ ഡെവലപ്ഡ് ആയത്. ആ കുട്ടിയുടെ പ്രതിരോധ ശക്തി എന്ന് പറയുന്ന മുഴുവൻ അമ്മയിൽ നിന്നെടുത്താണ്. ആ കുട്ടിയുടെ ചിന്താശക്തി മുഴുവൻ, ആ ബ്രെയിൻ സിസ്റ്റം മുഴുവൻ വളർന്നത് അമ്മയുടെ മുലപ്പാലിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ദൈവത്തെക്കുറിച്ച് പറയണമെങ്കിലും നിങ്ങൾക്ക് ഒരമ്മയുടെ ശരീരത്തിൽ നിന്ന് അമ്മയുടെ രക്തം നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തിയേ പറ്റുള്ളൂ, മുലപ്പാലിൻ്റെ രൂപത്തിൽ. എങ്കിൽ അപ്പം നിങ്ങൾക്ക് അമ്മയിൽ നിന്ന് വിട്ടിട്ടൊരു ദൈവത്തെ നിങ്ങൾ കാണുന്നുവെങ്കിൽ അത് നിങ്ങളുടെ നന്ദിയില്ലായ്മ എന്നാണ് ഞാൻ പറയുക. നമുക്ക് ആ നന്ദി വേണം. എവിടെ നിന്നാണോ നമ്മൾ വന്നത്, നന്ദി ആരോട് ഞാൻ ചൊല്ലണ്ടെന്ന് പണ്ടൊരു പാട്ട് കേട്ടില്ലേ, അതുപോലെ നമുക്ക് ആ നന്ദി വേണം. അത് നമ്മുടെ സ്വന്തം പെറ്റ അമ്മയാണ്. അതുകൊണ്ട് ആ അമ്മയുടെ ഭാവം നമ്മളും, കാരണം നമ്മൾ അമ്മയിൽ നിന്നെടുത്താണ്. ഇനി കിട്ടിയത് നമ്മൾ കൊടുക്കണം, പകരണം, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. ആ പകർന്നു കൊടുക്കാനുള്ള വിശാലത ഉണ്ടെങ്കിൽ, അതിൽ ആനന്ദം കണ്ടെത്താൻ കഴിയുമെങ്കിൽ, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരു വലിയ പരിവർത്തനം ചെറുതാവില്ല പറയാം. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നമ്മളാരും ഒരു ജോലിയായിട്ട് ചെയ്യരുത്. നിങ്ങൾ ജോലി ചെയ്യുന്നവരല്ല, ജോലിക്കാരല്ല, നിങ്ങളൊരു സാധകന്മാരാണ്. നിങ്ങൾക്ക് കിട്ടിയ ഒരു അവസരം നിങ്ങൾ വളരെ ഗംഭീരമായി ചെയ്തു നോക്കൂ. മറ്റുള്ളവർക്ക് സുഖമുണ്ടാവട്ടെ, മറ്റുള്ളവർക്ക് പുരോഗതി ഉണ്ടാവും. അപ്പം നമ്മുടെ ക്യാരക്ടറിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. വിനയം വരും, വിവേകം വരും, നമ്മൾ മറ്റുള്ളവരോട് പക്വതയോടുകൂടി സംസാരിക്കാൻ പഠിക്കും. അങ്ങനെ നമ്മൾ, കാരണം മറ്റുള്ളവർക്ക് സുഖം പകരണം. അല്ലാതെ ഞാൻ എൻ്റെ ജോലി ചെയ്യണം, നിങ്ങളാരാ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്താ ഇതിൽ ഇടപെടാം, ആ തരത്തിലുള്ള ധാർഷ്ട്യമില്ല അവിടെ. അപ്പം അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് നാം ശരിക്കും ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ പരിവർത്തനം വരുത്താൻ ഭഗവാൻ കൃഷ്ണൻ കാണിച്ചു തരുന്ന ഈ ഒരു ദർശനം മാത്രം മതി. അതുകൊണ്ട് നാം ഇന്നു മുതൽ പഠിക്കേണ്ട ഒരു വാക്കാണ്, എൻ്റെ ഏറ്റവും വലിയ സുഖം
സേവനമാണ് സുഖം, സേവനമാണ് സ്നേഹം. എനിക്ക് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നതിലുള്ള ആ കൃതാർത്ഥത അതെൻ്റെ ഒരു സാധനയാണ്. കാരണം എൻ്റെ സദ്ഗുണങ്ങളെ പുറത്തു കൊണ്ടുവരാൻ, അതിലൂടെ പുറത്തു കൊണ്ടുവരാൻ എനിക്ക് കിട്ടിയ ഒരു അവസരം. ഈ തരത്തിൽ നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കണം. തുടർന്ന് കൃഷ്ണൻ പറയുന്നു, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ എനിക്ക് ഒന്നും ചെയ്യണമെന്നില്ല. കാരണം എപ്പോഴും ആനന്ദത്തിൽ രമിക്കുന്ന, സന്തോഷത്തിൽ രമിക്കുന്ന, അല്ലെങ്കിൽ കൃഷ്ണൻ ഒരു ഭാഗത്തിരുന്ന് തൻ്റെ ഓടക്കുഴലിലൂടെ മധുരസുന്ദരമായ ഗാനത്തിൽ മുഴുകിയിരിക്കാൻ സാധിക്കും. അങ്ങനെ ഇരിക്കുന്ന കൃഷ്ണൻ ഒരിക്കലും വെറുതെ ഇരുന്നില്ല. ശരീരം ഉപേക്ഷിക്കുന്നത് വരെ വളരെ ആക്റ്റീവായിട്ട് ജീവിച്ച ആളായിരുന്നു ഭഗവാൻ കൃഷ്ണൻ. അതുകൊണ്ടായിരിക്കാം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കൃഷ്ണനെ ആദരിച്ചത്, കൃഷ്ണനെ പൂജിച്ചത്. കൃഷ്ണനും രാമനുമാണ് ശരിക്കും പറഞ്ഞാൽ ലോകത്തെ സ്വാധീനിച്ച 2 അവതാരമൂർത്തികൾ, ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്. അപ്പം അതുകൊണ്ട് നമുക്ക് ആ കൃഷ്ണൻ പറഞ്ഞിരുന്നു, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് നോക്കാം വിശദമായിട്ട്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാം, ഹരി ഓം.